ഗസയിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹമാസ് പങ്കെടുക്കില്ല എന്ന സൂചന. ഈജിപ്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുമെന്ന് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാൻ വ്യക്തമാക്കി. വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബദ്രാൻ നിലപാട് വ്യക്തമാക്കിയത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. ശ്രീജിത്ത്, നിലവിൽ എന്താണ് ഹമാസിന്റെ നിലപാട് ഗസയുമായി ബന്ധപ്പെട്ട്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ, റിപ്പോർട്ടുകൾ അത്ര ശുഭകരമല്ലല്ലോ. തീർച്ചയായും ലോകത്തെ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹമാസ് പോകുന്നത്. കാരണം ലോകം സമാധാനം ആഗ്രഹിക്കുന്നു, ഗസയിൽ സമാധാനം വരുന്നു എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഇന്നലെയും ഇന്നുമായി കടന്നുപോയത്. നാളെയും മറ്റന്നാളുമായി ചർച്ചകൾ പുരോഗമിക്കുകയും നാളെയും മറ്റന്നാളുമായി ഗസയിൽ സമാധാന കരാർ ഒപ്പിടുകയും ചെയ്യും. ട്രംപ് തന്നെ നേരിട്ട് ഈജിപ്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, ഗസ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, ഗസയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി, അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളെയും ഈ സമാധാന ചർച്ചകളെയും മറികടക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് പുതിയ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹമാസ് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഹമാസ് പറയുന്നത് ഈ സമാധാന ചർച്ചയുടെ ഉടമ്പടിയിൽ, അതായത് ചർച്ചയുടെ പരിസമാപ്തി എന്ന നിലയിൽ, ചർച്ചയുടെ ഏറ്റവും അവസാനം എന്ന നിലയിൽ ഈ ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി ഹമാസ് പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിലേക്കാണ്. കാരണം ഇതുവരെ ചർച്ചയിൽ പങ്കെടുത്തത് മധ്യസ്ഥർ കൂടി വിളിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ മധ്യസ്ഥർ കൂടി പങ്കെടുത്ത ചർച്ചയിലാണ് ഞങ്ങൾ പങ്കെടുത്തത്, അതിൽ ഔദ്യോഗിക എടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ നിലപാടിലേക്കാണ് ഇപ്പോൾ ഹമാസ് പോകുന്നത്. ഒരുപക്ഷെ ഹമാസ് നേതാക്കൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ, ചർച്ചയിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ അവസാന നിമിഷം ഒപ്പിടുന്നതിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കരാർ സാധ്യമാകാതെ വരും എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു വാക്കാൽ പറഞ്ഞുറപ്പിച്ച കരാർ മാത്രമായി മാറുകയും ഔദ്യോഗികമായി ഹമാസ് ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം തന്നെ നേരിട്ട് പറയുകയാണ്, ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നേരിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ ചടങ്ങിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പിടുകയും ചെയ്യുന്നില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഏതാണ്ട് 7000-ഓളം സായുധ പോരാളികളെ, ഹമാസിന്റെ സായുധ പോരാളികളെ ഇപ്പോൾ അവർ വീണ്ടും ഗസയിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗസയെ പൂർണ്ണമായും അവരുടെ അധികാര കേന്ദ്രമായി അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഇപ്പോഴും ഹമാസ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ നിന്ന് മാറി നിൽക്കാൻ ട്രംപ് ആവശ്യപ്പെടുന്നു. ആ ചർച്ചകളുടെ പരിസമാപ്തിയും അങ്ങനെയാണ്. ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഗസയിൽ ഇനി ആക്രമണം നടത്തേണ്ടതില്ല ഇസ്രായേൽ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ സൈന്യം പൂർണ്ണമായും മാറി നിൽക്കുകയും ഗസയിൽ താൽക്കാലികമായെങ്കിലും വലിയ പ്രതീക്ഷയോടെ സമാധാനം വരികയും ചെയ്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ആ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിനെ തകർക്കുന്ന രൂപത്തിലാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ 7000-ഓളം സായുധ പോരാളികളെ അവിടെ വിന്യസിക്കാൻ പോകുന്നു. കാരണം അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ അവിടെ ഒരു സംവിധാനം വേണം. ഇപ്പോൾ നിരവധിയായ ആളുകൾ, ഗസയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ നിരവധിയായി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ അവിടെ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. ആ ഭരണ സംവിധാനം വേണമെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് ഞങ്ങൾ അവിടെ 5 മേഖലകളായി തിരിച്ചുകൊണ്ട് ഗവർണർമാരെ നിശ്ചയിച്ചുകൊണ്ട് ഭരണം തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ ആ നിലവിൽ ഈ ചർച്ചകളുടെയും ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ ഗസയിൽ നിന്നും പൂർണ്ണമായി ഹമാസ് വിട്ടുനിൽക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നിങ്ങനെ 2-3 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങളിലും, അതായത് നിരായുധീകരണം മാറ്റിവെച്ചുകൊണ്ട് പകരം സായുധ പോരാളികളെ വീണ്ടും അവിടേക്ക് കൊണ്ടുവരുന്നു. ഗസയിൽ അധികാരം പങ്കിടാൻ ഹമാസ് വേണ്ടതില്ല എന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് അവിടെ 5 ഗവർണർമാരെ 5 മേഖലകളായി തിരിച്ചുകൊണ്ട് വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വരാൻ ഹമാസ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചർച്ചയുടെ പരിസമാപ്തി എന്താകും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അവർ തീരുമാനം പറയുന്നത്, ഇതിൽ ഈ ചർച്ചയുടെ പരിസമാപ്തി എന്ന നിലയിൽ ഈ കരാറിൽ, ഈ ഉടമ്പടിയിൽ ഞങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്നില്ല. ഔദ്യോഗികമായി ആ ഒപ്പുവെക്കൽ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. ഈജിപ്തും ഖത്തറും ചേർന്ന് നടത്തിയ സമാധാന ചർച്ചയുടെ പരിസമാപ്തിയിൽ, അതിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങൾ ഒപ്പുവെക്കാൻ ഉണ്ടാകില്ല എന്നൊരു തീരുമാനം കൂടിയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് ഹമാസിൻ്റെ ഉന്മൂലനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. 3 അന്ത്യശാസനമാണ് ട്രംപ് ഹമാസിന് നൽകിയത്. പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കുക, ഗസയുടെ അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, നിരായുധീകരണത്തിലേക്ക് പോകുക, അതുമാത്രമല്ല ബന്ദികളെ വിട്ടു നൽകുക. ഇതിൽ ബന്ദികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും പ്രതീക്ഷയുള്ളത്. 2 പക്ഷത്തും ബന്ദികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. ഹമാസ് ഈ നിലപാടിലേക്കാണ്, അതായത് നിരായുധീകരണത്തിന് പകരം അവിടെ സായുധ പോരാളികളെ വിന്യസിക്കുന്നു, അധികാരത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വീണ്ടും ഗസ പോകുന്നത് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കായിരിക്കും. ഇതിൽ ഇസ്രായേലിന്റെയും ട്രംപിന്റെയും നിലപാട് അതിനിർണായകമാകും. പ്രജിൻ. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ഈ മാസം ഒടുവിൽ നിശ്ചയിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി.
അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെയാണ് അധിക തീരുവ പ്രഖ്യാപനം. നവംബർ 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. ഇതോടെ അമേരിക്ക ഏറ്റവുമധികം തീരുവ ചുമത്തുന്ന രാജ്യമായി ചൈന മാറും. ഇതിനു പുറമെ അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള തന്ത്രപ്രധാന സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ധാതുക്കളുടെ കയറ്റുമതിക്ക് വിദേശ സ്ഥാപനങ്ങൾ മുൻകൂർ ലൈസൻസ് നേടിയിരിക്കണമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിറക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ലോകത്തെ അപൂർവ ധാതുക്കളുടെ മേൽ കുത്തകാവകാശം നേടാനുള്ള ശ്രമമാണ് ചൈനയുടേതെന്നാണ് ട്രംപിന്റെ ആരോപണം. ലോകത്തെ തടങ്കലിൽ വെക്കാൻ ചൈനയെ അനുവദിക്കരുതെന്നും ട്രംപ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഫർണിച്ചർ എന്നിവയാണ് അമേരിക്കയിലേക്ക് ചൈന പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 31 നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകവ്യാപകമായി ഓഹരി വിപണികളിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൂടുതൽ സന്ദർശക വീസകൾ അനുവദിച്ച് സൗദി അറേബ്യ. ദിവസം 55,000 വീസകൾ എന്ന തോതിൽ ഇപ്പോൾ അനുവദിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ വർധന. സൗദി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പ്രതിദിനം ശരാശരി 55,000-ഓളം വിസിറ്റ് വിസകളാണ് സൗദി ഇപ്പോൾ അനുവദിക്കുന്നത്. ഓരോ മിനിറ്റിലും 39 വിസകൾ, അതായത് ഓരോ 1.5 സെക്കൻഡിലും ഒരു വിസ എന്ന തോതിൽ സൗദി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി വിസ ഇഷ്യൂ ചെയ്യുന്നത് സജീവമായതോടെയാണ് വിസകളുടെ എണ്ണം വർദ്ധിച്ചത്. 2025 മൂന്നാം പാദത്തിൽ മാത്രം 50 ലക്ഷത്തിലേറെ വിസകളാണ് അനുവദിച്ചത്. ഉംറ വിസ, ടൂറിസ്റ്റ് വിസ, ഫാമിലി വിസിറ്റ് വിസ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഇതിൽ 32.7 ലക്ഷവും, അതായത് 65% ഉംറ വിസകളാണ്. 5,90,000-ഓളം ടൂറിസ്റ്റ് വിസകളും 5,12,000 ഫാമിലി വിസിറ്റ് വിസകളും അനുവദിച്ചു. ആഗോള ടൂറിസം കേന്ദ്രമായി സൗദിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ വിദേശ സന്ദർശകർക്ക് വിസ അനുവദിക്കുന്നത്. 96 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രാൻസിറ്റ് വിസകളിലും സൗദിയിൽ എവിടെയും സന്ദർശിക്കാൻ അനുമതിയുണ്ട്. തീർത്ഥാടനത്തിന് പുറമെ സീസൺ ഫെസ്റ്റിവൽ പോലുള്ള വിനോദ പരിപാടികൾ, അൽ ഉല ദിരിയ പോലുള്ള ചരിത്ര സ്ഥലങ്ങൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും സന്ദർശകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും 15 കോടി സന്ദർശകരെ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ. യുഎസിൽ സൈനിക വ്യോമസേനാ സംവിധാനം സ്ഥാപിക്കാനുള്ള കരാറിൽ ഖത്തറും യുഎസും ഒപ്പുവെച്ചു. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ ഐഡഹോയിലെ മൗണ്ടൻ ഹോം എയർബേസിലാണ് സംവിധാനം അനുവദിക്കുക. പെന്റഗണിൽ ഖത്തർ പ്രതിരോധ മന്ത്രി സൌദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പുതിയ കരാറെന്ന് പീറ്റ് ഹെക്സത്ത് പ്രതികരിച്ചു. കരാർ അനുസരിച്ച് ഐഡഹോയിലെ എയർബേസിൽ ഖത്തറി വൈമാനികർക്ക് F-15 യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിൽ US പരിശീലനം നൽകും. ഖത്തറി ഫൈറ്റർ ജെറ്റുകൾക്കും വൈമാനികർക്കും US-ഉമായി സംയുക്ത പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഐഡഹോയിലെ ഈ എയർബേസ് എന്നും കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഹെക്സത്ത് വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. സ്ത്രീകളെ അപമാനിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പുരുഷ മാധ്യമ പ്രവർത്തകർ വിലക്കിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അഫ്ഗാൻ പ്രതിനിധികൾ കൃത്യമായ ഉത്തരം നൽകിയില്ല. വിവേചനത്തിനെതിരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം അംഗീകരിക്കേണ്ടതാണോ എന്ന് പ്രിയങ്ക ഗാന്ധി. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ പുരുഷ മാധ്യമ പ്രവർത്തകരും ഇറങ്ങിപ്പോകണമായിരുന്നുവെന്ന് പി ചിദംബരം പ്രതികരിച്ചു. സംഭവത്തിൽ രാജ്യത്തെ വനിതാ മാധ്യമ പ്രവർത്തകരും വിമർശനവുമായി രംഗത്തെത്തി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. 24 ഡൽഹി.
സൗദിയിലെ ICF അൽ ഖസീം റീജിയൻ കമ്മിറ്റി സംഘടിപ്പിച്ച മദ്രസ ഫെസ്റ്റ് സമാപിച്ചു. കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 150-ലധികം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഫെസ്റ്റിനോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ മദീന ഗാലറി ആകർഷകമായി. പരിപാടിയിൽ പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരത്തോടെയാണ് ഫെസ്റ്റ് സമാപിച്ചത്. ജാഫർ സഖാഫി, അബ്ദുസ്വാലി മുസ്ലിയാർ, ഫളിൽ ലത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവല്ല കാവുംഭാഗം പൂഴിക്കാലയിൽ കുടുംബാംഗം ഫിലിപ്സ് പി ജോൺ ദോഹയിൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. 36 വർഷത്തിലധികമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഫിലിപ്സ് പി ജോൺ എപ്റ്റിസാം ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയുടെ മാനേജറായിരുന്നു. ഭാര്യ ലിസി ഫിലിപ്പ് ഹമദ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം കാവുംഭാഗം എബനേസർ മാർത്തോമ പള്ളിയിൽ സംസ്കരിക്കും. ഫിലിപ്സിന്റെ വേർപാടിൽ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല അനുശോചനം രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. 9 ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാണ്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീ, മുൻ തിരുവാഭരണം കമ്മീഷണർമാരായ KS ബൈജു, RG രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ D സുധീഷ് കുമാർ, VS രാജേന്ദ്ര പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ S ശ്രീകുമാർ, K രാജേന്ദ്രൻ നായർ എന്നിവരാണ് മറ്റു പ്രതികൾ. കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പും ചുമത്തും. SIT സംഘം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ കേസിൽ പ്രതിസ്ഥാനത്തുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതേ രീതിയിൽ തന്നെ FIR-ലുമുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. ശബരിമല വിഷയത്തിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 18-ന് പന്തളത്ത് സമാപിക്കും. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടന്നത്. സന്നിധാനത്തെ പരിശോധന നാളെയോടെ പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് KT ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 14-ന് തുടങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VN വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പത്തനംതിട്ട. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവനെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിന് മോഷണം നടന്നതാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണോ? കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടിക്ക് ഹൈക്കോടതി തീരുമാനിച്ചത്. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? ആ രാജ്യമെന്നാണ് പറയുന്നത് ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും ഇതിൽ സമ്മതിക്കാറുണ്ട്. ആർഷങ്ങൾ തകർത്താര ഈഴവനായ ഏത് പാർട്ടി ഗവൺമെന്റ് വന്നാലും ഉടനെ വീഴാൻ സമ്മതിക്കില്ല.
കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണം വിവാദത്തിലായി. ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ കൂലിക്ക് ആളെ വെച്ച് പ്രസാദം നിർമ്മിച്ചതിൽ ദേവസ്വം ബോർഡ് ഇന്നലെ വിശദീകരണം തേടിയിരുന്നു. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 1.5 മണിക്കൂറായി, 1.5-2 മണിക്കൂറായി ഉന്നത അധികാരികൾ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ഷാഫി പറമ്പിൽ MP-ക്കെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിൽ ഉയർന്നത്. പോലീസിന്റെ എല്ലാ നടപടികളെയും 6 മാസം കഴിഞ്ഞാൽ UDF ചോദ്യം ചെയ്യുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. പേരാമ്പ്ര DYSPക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ DYSPയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പ്രതികരിച്ചു. MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് UDF പോലീസിനും CPIM-നും മറുപടി നൽകിയത്. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും പോലീസിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചു. ഞാൻ ഒത്തിരി തവണ പോയി ഇവരോട് അപേക്ഷിച്ചു. ആ കാട്ടുകള്ളൻ സുനിലുള്ള DYSPയോട്. നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല. പേരുകെട്ട എരപ്പനോട് ഞാൻ ചോദിച്ചവനോട്, അറിയോ, ഞങ്ങളൊന്ന് ജാഥ വന്ന് പോയിക്കോട്ടെ, ബസ് സ്റ്റാൻഡിലും കൂടി പോയിക്കോട്ടെ. ഇന്ന് KC പറഞ്ഞില്ലേ, എന്നോട് പറയും അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കുടച്ചൊക്കെ എടുക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഉളുപ്പുണ്ടോ നിനക്ക് ഈ തൊപ്പിയും വെച്ചത് പറയാൻ? തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വടകര റൂറൽ SP KE ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോലം കത്തിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MP-യെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിയുന്നു. ഷാഫിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചു. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്നായിരുന്നു കോഴിക്കോട് റൂറൽ SP-യുടെ പ്രതികരണം. ആ വാദം പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിക്രമത്തിൽ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ICUവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, പോലീസ് അതിന്റെ സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ കലാപം അഴിച്ചുവിട്ട
രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. പോലീസ് അതിക്രമത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് MP ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. സംഘർഷവുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെ 8 പേർക്കും കണ്ടാലറിയാവുന്ന 692 കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. 501 CPIM പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. 24 കോഴിക്കോട്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് സഭകൾ വിമർശിച്ചത്. വിരട്ടൽ വേണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. പ്രശ്നം രൂക്ഷമായതോടെയാണ് യു-ടേൺ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആദ്യം KCBC അധ്യക്ഷൻ ക്ലെമിസ് ബാവയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി. പിന്നാലെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടത്. 13-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ബിഷപ്പിന് മന്ത്രിയുടെ ഉറപ്പ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP-യും ചർച്ചയിൽ പങ്കെടുത്തു. സഭയെ കൂടുതൽ വെറുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് M നേതാവായ ജോസ് കെ മാണി തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും. എന്തായാലും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ സംഘം നടത്തിയ 2 ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് രണ്ടറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയ്യയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകൾ അടച്ചിടുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഘർഷം ആരംഭിച്ചത്. യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ UDSF SFI പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന് UDSF പ്രവർത്തകർ ആരോപിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വോട്ടെണ്ണൽ കേന്ദ്രത്തിനും പുറത്തും പ്രവർത്തകർ ഏറ്റുമുട്ടി. ക്യാമ്പസിന് പുറത്തുനിന്നും ആളുകളെത്തി. രാത്രി ഏറെ വൈകിയും സംഘർഷാവസ്ഥ തുടർന്നു. 20-ലധികം പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. ബാലറ്റ് പേപ്പറുകളും നശിപ്പിക്കപ്പെട്ടു. ഇതോടെ വോട്ടെണ്ണൽ നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. സംഘർഷ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിലാണ് ക്യാമ്പസും ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനമെടുത്തത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ ഒരു പോലീസുകാരന് കണ്ണിന് ഗുരുതര പരിക്കേറ്റിരുന്നു. 24 മലപ്പുറം.
ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൊച്ചി വാട്ടർ മെട്രോയുടെ 2 ടെർമിനൽ കൂടി തുറന്നു. മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 9 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്ടർ മെട്രോയെക്കുറിച്ച് അന്വേഷണമെത്തിയെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ 24-നോട് പറഞ്ഞു. വാട്ടർ മെട്രോയുടെ 12ാമത് റൂട്ടാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് സർവീസ്. പൂർണ്ണമായും വെള്ളത്തിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും പുതിയ ടെർമിനലുകളെന്ന് മുഖ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിലാണ് എത്തിയത്. കേരളത്തിന്റെ അഭിമാന പദ്ധതി വിദേശ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന KMRL MD ലോക്നാഥ് ബെഹ്റ. നന്നായി. പിന്നെ അവര് രണ്ടും ക്രിട്ടിക്കലി ലൊക്കേറ്റഡ് ആണോ, ഇമ്പോർട്ടൻറ്റ് ടെർമിനൽ ആണോ, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇനി കൂടുതൽ ടെർമിനൽസ് ഉണ്ടാക്കണം. വിദേശത്തിലെ ഒരു 9 കൺട്രീസ് ഹാവ് സെൻറ്റ് റിക്വസ്റ്റ്. ഞങ്ങളത് പരിശീലിച്ചുകൊണ്ടിരിക്കും. നല്ല കൺട്രീസ്, അഡ്വാൻസ് കൺട്രീസ് ഓൾസോ ദേ വാണ്ട്. ഇടക്കൊച്ചി തോപ്പുംപടി ടെർമിനലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടാവുക. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.